പ്ലസ് വണ്ണിനകത്ത് March 2004 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് സൈൻ 31π/3 എന്ന് പറയുന്നത്. ഇവിടെ നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ സൈൻ അങ്ങനെ തന്നെയായിരുന്നു. ഈ π/3 എന്ന് പറയുന്ന വാല്യൂവിലേക്ക് ഇതിനെ മാറ്റി എഴുതണം. അപ്പോൾ ഈ π/3ക്ക് യാതൊരു വക ചേഞ്ചും വരരുത്. അപ്പോൾ നമ്മൾ നോക്കണം ഈ 3യെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 31 കിട്ടണമെന്ന് നോക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 10π. അപ്പോൾ 10π പ്ലസ് π/3 എന്ന് എഴുതാം. കറക്റ്റ് അല്ലേ നോക്കിയേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു 3 ദാറ്റ് ഈസ് ഈക്വൽ 13 വരും. 13 പ്ലസ് π 31π/3 വരും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ റിഡക്ഷൻ ഫോർമുല കൊടുത്തു കഴിയുമ്പോൾ സൈൻ കൊടുക്കുക. 10πയെ നമ്മൾ ഒരു 5 ഇൻറ്റു 2π എന്നാക്കണം. കാരണം നമുക്ക് 5 ഇൻറ്റു 2π എന്ന് പറഞ്ഞാലും 2πയോട് ഈക്വൽ ആണ് ഏത് നമ്പറാണോ മൾട്ടിപ്പിൾ വരുന്നത് അതിനെ നമ്മൾ ഇതുപോലെ ആക്കണം. 2π അവിടെ നിർത്തിയിട്ട് ബാലൻസ് ഉള്ളതിനെ നമ്പറാക്കി വിടണം. ദെൻ പ്ലസ് π/3 വരും. നമ്മൾ ഈ 5 നോക്കേണ്ട ആവശ്യമില്ല, നേരെ വരയ്ക്കാം. കാരണം 2π വന്നു കഴിഞ്ഞാൽ സെയിം ട്രിഗണോമെട്രി ഫംഗ്ഷനാണ്. അപ്പോൾ സൈൻ π/3 വരും. സൈൻ π/3 വരുമ്പോൾ ചെറിയൊരു നമ്മളൊരു കുരിശ് വരയ്ക്കുക. ഇതാണ് 2π വരുന്നത്. 2π പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ വരും. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ സൈൻ എന്താ മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു പോസിറ്റീവാണ്. ഓൾ സ്റ്റുഡൻസ് എല്ലാം പോസിറ്റീവാണ്. അപ്പോൾ തന്നെ ആൻസർ ഈസ് പോസിറ്റീവ് വരും. സൈൻ π/3 എന്ന് പറഞ്ഞാൽ സൈൻ 60 ആണ്. സൈൻ 60ൻ്റെ വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു √3/2 വരും. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ക്ലാസ്സോറ എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത് 500ഓളം വരുന്ന ലൈവ് റെക്കോർഡഡ് വീഡിയോസ് 2000 രൂപയ്ക്ക് കുട്ടികൾക്ക് നേരിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസിന് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക.